മമ്മൂട്ടി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് കാലചക്രം എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. 1972 ഒരു ഡിസംബറിൽ ഒരു കടത്തുകാരന്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ് മമ്മൂട്ടി സിനിമാ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നത്. മമ്മൂട്ടിയെ ആദ്യമായി ക്യാമറയിൽ പകർത്തിയ ആ ഛായാഗ്രാഹകന് ഇന്ന് പ്രായം 86 ആയി. 1973 മുതൽ 1978 വരെയുള്ള കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ ഛായാഗ്രാഹകന്മാരിൽ ഒരാളായിരുന്നു കൃഷ്ണൻകുട്ടി. ഇന്ന് വീട്ടിൽ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുന്ന ഇദ്ദേഹം വളരെ മെലിഞ്ഞ നീളമുള്ള ഇന്നത്തെ മെഗാതാരത്തിന്റെ ആ പഴയ മുഖം ഓർക്കുന്നുണ്ട്. അന്ന് മമ്മൂട്ടിയായിരുന്നില്ല, മുഹമ്മദ് കുട്ടിയായിരുന്നുവെന്നും പറയുന്നു അദ്ദേഹം. 1960 പുറത്തിറങ്ങിയ ഉദയായുടെ ചിത്രമായ ഉമ്മ മുതൽ 1985 ജോർജ് വെട്ടം സംവിധാനം ചെയ്ത മടക്കയാത്ര വരെ 70ഓളം ചിത്രങ്ങൾക്കാണ് കൃഷ്ണൻകുട്ടി തന്റെ ക്യാമറ ചലിപ്പിച്ചത്. 19 വയസ്സുള്ളപ്പോൾ സിനിമയ്ക്ക് ക്യാമറ പിടിക്കണമെന്ന ആഗ്രഹവുമായി ഉദയായിൽ ക്യാമറ അപ്രന്റീസ് ആയിട്ടായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ തുടക്കം. പതുക്കെ അപ്രന്റീസ് മാറി ക്യാമറ അസിസ്റ്റന്റായി. സ്വതന്ത്ര ഛായാഗ്രാഹകനായി ഉമ്മ എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയുടെ മാസശമ്പളം വെറും 250 രൂപയായിരുന്നു. തുടർന്ന് ഉദയ ബാനറിൽ ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. എന്നാൽ 1964 ഉദയയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ പഴശ്ശിരാജയുടെ ചിത്രീകരണ വേളയിൽ പിരിച്ചുവിടൽ നോട്ടീസും ലഭിച്ചു കൃഷ്ണൻകുട്ടിക്ക്. പഴശ്ശിരാജയുടെ റഷസ് കണ്ട കുഞ്ചാക്കോയ്ക്ക് ചിത്രത്തിന് വേണ്ടത്ര തെളിച്ചമില്ല എന്ന തോന്നലായിരുന്നു പിരിച്ചുവിടലിന്റെ കാരണം. എന്നാൽ ലാബിലെ പ്രോസസ്സിംഗിൽ വന്ന തകരാറാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് തിരിച്ചറിഞ്ഞ കുഞ്ചാക്കോ ഉടൻ തന്നെ കൃഷ്ണൻകുട്ടിയെ തിരിച്ചു വിളിച്ചു. മലയാളത്തിലെ ആദ്യ റോഡ് മൂവി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം കണ്ണൂർ ഡീലക്സിന് വേണ്ടിയും ക്യാമറ ചലിപ്പിച്ചത് കൃഷ്ണൻകുട്ടിയാണ്. ആലപ്പുഴയിലെ തൈപ്പറമ്പ് എന്ന വീട്ടിൽ സ്വസ്ഥം ഗൃഹഭരണവുമായി തന്റെ കൊച്ചുമക്കൾക്കൊപ്പം സമയം ചിലവിടുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ മലയാള സിനിമയുടെ കാണാപ്പുറങ്ങൾ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം.